വിനയന്റെ മുമ്പിൽ തോറ്റ് പിന്മാറിയതാണെങ്കിലും ഉരുമ്പെട്ടു പോവാൻ സമ്മതിക്കാത്തതിന്റെ ദേഷ്യം ഇപ്പോഴും നിന്റെ കണ്ണിലുണ്ടല്ലോടി. ഈ കണ്ണിലെ തീനി ഞാൻ മരിക്കുമ്പോഴാണെങ്കിൽ എന്താ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളേ? നീ നിന്റെ വീട്ടിൽ പോകാൻ ആഗ്രഹിച്ചതല്ലേ? നമുക്ക് നാളെ പോകാം നിന്റെ വീട്ടിലേക്ക്. പക്ഷെ നിന്റെ ഈ പരട്ട പിള്ളേര് വേണ്ട. നമ്മൾ മാത്രം മതി. ഞാൻ കൊണ്ടുപോവാം നിന്നെ. അങ്ങനെ എനിക്ക് മാത്രമായിട്ട് എങ്ങും പോവണ്ട. പോകുന്നെങ്കിൽ ഞാൻ എന്റെ മക്കളെയും കൊണ്ടേ പോവും. പക്ഷെ എനിക്ക് നിന്നെ അവിടേക്ക് കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. നിന്റെ അച്ഛനെ ഒന്ന് കാണാൻ. ആ ഷോപ്പിന്റെ എഗ്രിമെന്റ് നടത്താൻ അതിന്റെ ഓണർ എനിക്ക് 2-3 ദിവസത്തെ ടൈം കൂടി തന്നിട്ടുണ്ട്. ഈ 20 പവൻ കൊണ്ടുപോയി നിന്റെ അച്ഛന്റെ അണ്ണാക്കി ഇട്ട് കൊടുത്തിട്ട് അങ്ങേരോട് എനിക്ക് കാശ് തരാൻ പറയണം, കേട്ടാ? അതുകൊണ്ട് അങ്ങ് ചെന്നാ മതി. എന്റെ അച്ഛൻ അവിടെ ഫൈനാൻസ് കമ്പനി നടത്തുവല്ലേ, സ്വർണം വാങ്ങിച്ചു വെച്ചിട്ട് പൈസ തരേ. എടി, നിന്റെ അച്ഛന് തറവാട്ടിൽ നിന്ന് മുക്കുവട്ടം മാത്രമല്ലല്ലോ കിട്ടിയത്, 1 കോടി രൂപ കൂടി കിട്ടിയില്ലേ? അത് ഈ ബാക്കിയുള്ള ബക്കൊക്കെ മുഴുവൻ പൊട്ടിച്ച് തീർത്തപ്പോ നിനക്ക് എന്തുണ്ടേടി തന്നത്? 1 കോടി 5 പേർക്ക് വീതിച്ച ഒരാൾക്ക് 20 ലക്ഷം കിട്ടും അല്ലേ മാമ? കറക്റ്റ് അല്ലേ? ആരും 20 ലക്ഷം കിട്ടും. എടി, അത് നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് നീ ചോദിച്ചു വാങ്ങണം. എന്തിന്? നിങ്ങളെ സഹായിക്കാനോ? ഒരിക്കൽ സഹായിക്കാൻ ശ്രമിച്ചതിന് എനിക്ക് കിട്ടി, അത് മതി. ഇനി നിങ്ങൾക്ക് വേണ്ടി ചീരു ആരുടെ മുന്നിൽ കൈ നീട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വേണ്ടടി, നീ കൈ നീട്ടണ്ട. നീ എന്റെ കൂടെ വന്നാ മതി. നിന്നെ മുമ്പിൽ നിർത്തി നിന്റെ അച്ഛനോട് ഞാൻ ചോദിച്ചോളാം, മനസ്സിലായ? ഞാൻ ചോദിക്കേണ്ട പോലെ ചോദിച്ചാ അവരുടെ അച്ഛൻ അനന്ത മാഷി എവിടുന്നെങ്കിലും പൈസ ഉണ്ടാക്കി തരും. എനിക്കറിയാത്. ഉണ്ടാക്കി തന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ പിന്നെ ആ നാട്ടിൽ തല ഉയർത്തി നടക്കൂലടി. നിന്റെ അച്ഛനെ നാറ്റിക്ക് അറിയാലോ? നാളെ രാവിലെ റെഡിയായി നിന്നോളാം. പിന്നെ ആ സമയത്ത് കണവണെന്ന് പറഞ്ഞാലേ ഈ വിനയനെ ശരിക്കും അറിയാലോ നിനക്ക്? വഴിമാറ്. ഓ, ചെരുപ്പ് ഇതാ.